സംസ്ഥാനത്ത് വ്യാപകമായി അങ്ങനെ ശക്തമായ മഴ പെയ്യുകയാണ്. പലയിടങ്ങളിലും കനത്ത മഴ തുടരുന്നു. കനത്ത മഴയിൽ കാസർകോട്ടെ തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തീരദേശ മേഖലയിൽ തെങ്ങുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെ കടലെടുത്തു. തൃക്കണ്ണാട് KSTP സംസ്ഥാന പാത വരെ കടൽ കയറിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് തീരദേശവാസികൾ. കാസർഗോഡ് ജില്ലയിൽ ബലികർമ്മങ്ങൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് ഞാൻ നിൽക്കുന്ന ഈ തൃക്കണ്ണാട്. വയനാട് പാപനാശിനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടേക്കാണ് പിതൃതർപ്പണത്തിനായി എത്താറ്. തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രത്തിൻ്റെ പള്ളിവേട്ട മണ്ഡപമാണ്. ആ മണ്ഡപത്തിൻ്റെ പകുതിയോളം ഭാഗം കടലെടുത്തു പോയി. ഇനി എപ്പോൾ വേണമെങ്കിലും ഈ കടൽ ആഞ്ഞടിക്കുന്നതോടുകൂടി ഈ മണ്ഡപവും താഴേക്ക് പതിക്കും. ജില്ലയിൽ മഞ്ചേശ്വരം, ഉദുമ, തൃക്കണ്ണാട്, അജാനൂർ, വലിയപറമ്പ തുടങ്ങി തീരദേശ മേഖലകളിലൊക്കെ കടൽക്ഷോഭം ശക്തമാണ്. മഞ്ചേശ്വരത്ത് കണ്ണുതീർത്ത പാർക്ക് പൂർണ്ണമായും കടലെടുത്തു. അജാനൂരിലും ഉദുമയിലും വലിയപറമ്പയിലുമെല്ലാം മരങ്ങൾ ഉൾപ്പെടെ കടൽ കൊണ്ടുപോയി. കോട്ടിക്കുളം, തൃക്കണ്ണാട് ഭാഗങ്ങളിൽ കടൽക്ഷോഭം വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തൃക്കണ്ണാട് കടപ്പുറത്തെ പള്ളിവേട്ട മണ്ഡപത്തിനും ഭാഗികമായി നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടൽ കയറി കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാത വരെ വെള്ളമെത്തി തുടങ്ങി. ഇപ്പൊ കടൽ വന്നു. ഇത് കൊണ്ടായാലും ഞങ്ങൾക്ക് ഇതേ പ്ലാസ്റ്റിക് ഞങ്ങൾക്ക് മരം ഇതേ ഇട്ട് നിൽക്കണം. അപ്പം ഞാൻ എവിടെ പോയി ഇതെല്ലാം വന്നിട്ട് കയറിയാൽ ഈ ഗവൺമെൻറ് സഹായിച്ചു. എനിക്ക് കുടുംബക്കാർ സഹായിച്ചിട്ട് ഒരു വീട് തന്ന എനിക്ക് ഗവൺമെൻറ് ഇന്ന് വരെ സഹായം എനിക്കൊരു വീടാക്കി തന്നിട്ടില്ല. ഒരു വർഷം മുൻപ് സംസ്ഥാന പാത ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ മാർഗങ്ങളിലേക്ക് തീരദേശ ജനത കടന്നിരുന്നു. അന്ന് കടൽക്ഷോഭം ചെറുക്കാൻ കടൽ ഭിത്തി ഉൾപ്പെടെ സ്ഥാപിക്കുമെന്ന് ജില്ലാ കളക്ടർ നേരിട്ട് ഉറപ്പു നൽകി. എന്നാൽ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടായില്ലെന്ന് ജനങ്ങൾ. ആ തകർന്നുപോയ കെട്ടിടത്തിൻ്റെ അവിടെ നിന്ന് നിലവിലുള്ള സീവാളിൽ നിന്ന് ഇങ്ങോട്ടൊരു 40 മീറ്റർ ഉപയോഗിച്ചിട്ട് ടെട്രാപോഡ് ഉപയോഗിച്ചിട്ട് സീവാൾ കെട്ടണം. ഈ രണ്ടും കൂടാതെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ നിലവിലുള്ള ഇപ്പോഴത്തെ സീവാൾ അത് പൂർണ്ണമായിട്ടും തകർന്ന ഭാഗങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഈ രണ്ട് പ്രവർത്തികളും ചെയ്തിരുന്നുവെങ്കിൽ, ഈ രണ്ട് ടെട്രാപോഡിൻ്റെ പ്രവർത്തികൾ ചെയ്തിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇന്നത്തെ ഈ സ്ഥിതി ഇവിടെ വരുന്നില്ല. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കലക്ടർ വന്ന് ഇവിടുന്ന് പറയുന്നതല്ലാതെ ഒരു പ്രവൃത്തിയും തീരമേഖലയിൽ സർക്കാരോ ഈ ഭരണകൂടമോ ഈ പറയുന്ന കലക്ടറോ ഒന്നും ഇവിടെ ചെയ്തു തരുന്നില്ല. മഴക്കാലത്തിന് മുൻപേ പ്രദേശത്ത് ജിയോ ബാഗ് കടൽ ഭിത്തി സ്ഥാപിക്കാൻ 30 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയെങ്കിലും അത് എങ്ങും എത്തിയില്ല. സംസ്ഥാന പാതയുടെ പടിഞ്ഞാറ് വശത്ത് ബേക്കൽ മുതൽ ഓവുചാൽ നിർമ്മിക്കണമെന്നും തൃക്കണ്ണാട് കടപ്പുറത്ത് 65 മീറ്റർ നീളത്തിൽ കരിങ്കൽ ഭിത്തി നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ജില്ലാ കളക്ടറുടെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധങ്ങൾക്ക് അയവ് വന്നെങ്കിലും തുടർ നടപടിയില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ളവയിലേക്ക് കടക്കാനാണ് തീരദേശ ജനതയുടെ തീരുമാനം. ബലിതർപ്പണവും സംസ്ഥാന പാതയും മാത്രമല്ല, തൃക്കണ്ണാട്ടെ തീരദേശ ജനതയുടെ 100ഓളം വീടുകൾ എനിക്ക് പുറകിലായുണ്ട്. 20 വർഷത്തെ ഇവരുടെ ആവശ്യമായ ഹാർബർ നിർമ്മാണവും ശക്തമായ കടൽഭിത്തി നിർമ്മാണവും പൂർത്തീകരിക്കാൻ സാധിച്ചാൽ ഇവരുടെ പകുതി പ്രശ്നങ്ങൾക്ക് അവസാനമാകും. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്.